ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഇൻഡോ-ചൈനീസ് റെസിപ്പി പരിചയപ്പെടാം. ചിക്കൻ ജൽഫ്രൈസി. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാം എന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസ് സവോള തിന്നായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴന്നു വരണം. അതിനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്താണ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട കാര്യമില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഈ പൊടികളൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരക പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരിയാണ് ചേർക്കുന്നത്. നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസ് തക്കാളി 5 മിനിറ്റ് നേരം തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കിലോ ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ബോൺലെസ് ചിക്കൻ എടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം. കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. അര കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് മീഡിയം സൈസ് സവോള ഇതുപോലെ ചതുരത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം. ഒരുപാട് അങ്ങ് വഴറ്റേണ്ട കാര്യമില്ല. അതിനുശേഷം ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നടുവേ പിളർന്നതാണിത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് അങ്ങ് വഴന്നു പോകേണ്ട കാര്യമില്ല. ഇനി നമുക്കിതിലേക്ക് റെഡ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് റെഡ് ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വെജിറ്റബിൾസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. 2 മിനിറ്റ് നേരം ഇങ്ങനെ അടച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അധികം എരിവില്ലാത്ത ഈ ഒരു കറി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണും വരേക്കും ബൈ.